പത്തനംതിട്ട കലഞ്ഞൂരിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം, 2 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വെല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഇന്ന് പുലർച്ചെ 4:30 കൂടിയിട്ട് അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറും അതുപോലെ തന്നെ തോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ലോറിയും തമ്മിലാണ് ഈ പാതയിൽ വെച്ച്, ഈ സംസ്ഥാന പാതയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് ലോറി നിയന്ത്രണം വിട്ട് കാറിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ആ നിയന്ത്രണം വിട്ടത് എത്തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം. കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം, അല്ലെങ്കിൽ മഴയുണ്ടായിരുന്നു, മഴയത്ത് ഒരുപക്ഷെ മഴയത്ത് വണ്ടിക്ക് നിയന്ത്രണം വിട്ടതാകാം. അങ്ങനെയുള്ള കാര്യങ്ങളാകാം ഒരുപക്ഷെ ഈ ലോറി നിയന്ത്രണം വിടാൻ കാരണം. ലോറി നിയന്ത്രണം വിട്ടാണ് കാറിലേക്ക് വന്ന് ഇടിച്ചത് എന്ന് CCTVയിൽ നിന്ന് വ്യക്തമാണ്. ആകെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. അതിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. പ്രണവിൻ്റെ ഭാര്യ ജനനി, ജനനിയുടെ അച്ഛൻ സുന്ദർരാജ്, അതുപോലെ തന്നെ ജനനിയുടെ സഹോദരൻ ശിവശങ്കർ എന്നിവരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേർ തമിഴ്നാട് സ്വദേശികളും അതുപോലെ തന്നെ ഒരാൾ ആലുവ സ്വദേശിയുമാണ്. ഇതിൽ പ്രണവിൻ്റെ ഭാര്യ ജനനിയും അതുപോലെ തന്നെ ജനനിയുടെ അച്ഛൻ സുന്ദർരാജുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ലോറിയിലുണ്ടായിരുന്നത് 2 പേരാണ്. ലോറി ജീവനക്കാരായിട്ടുണ്ടായിരുന്ന വെങ്കടേഷ് അതുപോലെ തന്നെ വിനോദ് കുമാർ പുളിയറ സ്വദേശികളാണ്. അവർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. പരിക്കുകളോട് കൂടിയിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ തോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ലോറി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. നമുക്കെന്തായാലും ഈ പ്രദേശവാസികളോടൊക്കെ തന്നെ ഒന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചേട്ടാ, ഈ സ്പോട്ടിൽ സ്ഥിരം അപകടങ്ങൾ ഉണ്ടാവുന്നതാണോ? അതാണ്. ഇതിപ്പം രാവിലെ എന്താണ് സംഭവിച്ചത്? രാവിലെ ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടിയിലെ ഡ്രൈവറാണ്. രാവിലെ 4:20 ആയപ്പോൾ എനിക്ക് കോള് വന്നു. മോലാളിയാണ് ഞാൻ വിളിക്കുന്നത്. അതുപോലെ കലഞ്ഞൂർ പള്ളിയുടെ ഫ്രണ്ടിൽ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇവിടെ വന്നപ്പം 2 പേര് ചോരയിൽ കുളിച്ചിവിടെ നിൽക്കുന്നു. ഒരാളുടെ മുഖം മൊത്തം മുറിഞ്ഞിരിപ്പുണ്ട്, ഒരാൾ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. നല്ല ഇരുട്ടായിക്കൊണ്ട് ആരെയും കാണാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ആ ഇരുട്ടത്ത് തന്നെ വെട്ടം അടിച്ച് മൊബൈൽ അടിച്ച് നോക്കിയപ്പം 2 പേര് ബാക്കിൽ കിടപ്പുണ്ട്. അന്നേരം ഈ ആദ്യം നിന്നവരെ പത്തനാപുരത്ത് കൊണ്ടുപോയി. അന്നേരത്തിന് ഞാൻ നമ്മുടെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടുത്ത വണ്ടി വിളിച്ചു. അതിൽ ഡ്രൈവർ ഇവിടെ വന്നു, മോലാളി ഇവിടെ വന്നപ്പോഴത്തേന് ഫയർഫോഴ്സും അന്നേരത്തിന് അതിന് മുമ്പേ പോലീസുകാർ വന്നു. അന്നേരം ഫയർഫോഴ്സും വന്ന് അവർ 2 പേരും വെട്ടിപ്പൊളിച്ചെടുത്തു. പിന്നെ ഇവിടുന്ന് നേരെ കോന്നി മെഡിക്കലിലാണ് കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പം 2 പേര് അവിടെ പറഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്ഥിരം ആംബുലൻസ് ഓടിക്കുന്ന ആളാണല്ലോ, അപ്പോൾ ഇവിടെ സ്ഥിരം ആക്സിഡന്റ് നടക്കുന്ന ഏറിയല്ല. ഇതിന് മുമ്പ് ഉണ്ട്. ഇവിടെ ഇപ്പം ആക്സിഡന്റ് നടക്കാൻ കാരണം എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഇതിപ്പം അവിടെ നിന്നുള്ളൊരു സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ ഈ ഒരു വളവേ ഉള്ളൂ. ഇവിടെയും അവിടെ സ്ട്രെയിറ്റ് ആണ്. അന്നേരം ഈ ഒരു വളവാണ് ഉള്ളൊരു ഇത് വരുന്നത്. അന്നേരം ഉറക്കമാകുമ്പം ആ ചവിട്ടി വരുന്നവർക്കും ഈ നേരെ ഇങ്ങ് പോരും. അവർ വിചാരിക്കുന്നത് ഇങ്ങോട്ട് മുമ്പോട്ടും നേരെയാന്നുള്ള ഉള്ള സ്ട്രെയിറ്റ് ആണെന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഈ വളവ് പെട്ടെന്ന് സ്ഥിരം വരുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തുള്ളവർക്ക് മനസ്സിലാവത്തില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോറി 2 ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പുളിയറയിൽ നിന്നും കച്ചി കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ ഒരു കാറുമായി കൂട്ടിയിടിച്ച് ഇവിടെ അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിലവിൽ ഇപ്പോൾ ഇവിടെ ലോറി ഉയർത്തി കൊണ്ടിരിക്കുകയാണ്.